നമസ്കാരം, ഞാൻ ഗ്ലോറിയ എൻജെ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഇൻ ഇന്റഗ്രേറ്റഡ് ലിവർ കെയർ കൊച്ചി. കരൾ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സുധീർ മുഹമ്മദ്, സീനിയർ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ ഇൻ ഇന്റഗ്രേറ്റഡ് ലിവർ കെയർ കൊച്ചി. സാർ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒ പിയിലോട്ട് വന്ന് അവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർജറിയോടുള്ള ഭയം കാരണം മറ്റ് ചികിത്സാ മാർഗങ്ങളിലേക്ക് പോകുന്നു. അത് എത്രത്തോളം ദോഷകരമാണ്? ഓക്കെ, ഒരു ഡോക്ടർ ഒരു അഡ്വാൻസ് ലിവർ സ്റ്റേജിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ആളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തില്ല. അതിനുപരി ഉള്ള അസുഖം ഫർദർ വേഴ്സ് ചെയ്യുകയും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയുമാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരു ഡോക്ടർ എപ്പോഴാണ് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലിവറിൻ്റെ ഏകദേശം 70-80% അത് ലിവർ ഫങ്ഷൻസ് ഡിറ്റീറിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ലിവർ വേറൊരു ന്യൂ ലിവർ വെച്ചാലേ ആളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. വേറൊരു ഒറ്റമൂല്യമോ വേറൊരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ കൊണ്ടോ ആളുടെ ലൈഫ് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാറില്ല. അത് കൂടുതൽ ആളുടെ അസുഖത്തിനെ കൂടുതൽ ദോഷകരമായി മാറ്റുകയും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.